റാന്നിയിൽ കേരള കോൺഗ്രസ് എം.എൽ.എ ആയിട്ടുള്ള പ്രമോദ് നാരായണനാണ് അവിടെ വിജയിച്ചത്. കഴിഞ്ഞ കുറി അദ്ദേഹം കഷ്ടിച്ച് 1200 വോട്ടുകൾക്ക് ജയിച്ചു കയറിയെങ്കിൽ പോലും അദ്ദേഹത്തിന് കൃത്യമായി അറിയാം അവിടെ വലിയ രീതിയിൽ കേരള കോൺഗ്രസിന് വളക്കൂറുള്ള സ്ഥലമൊന്നുമല്ല. നിരവധിയായിട്ടുള്ള വാർഡുകളിൽ, പഞ്ചായത്ത് വാർഡുകളിലൊക്കെ പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു ഖ്യാതിയിലാണ് അദ്ദേഹത്തിനെ മത്സരിപ്പിച്ചത്. CPIM-ന്റെ സിറ്റിംഗ് MLA ആയ രാജു എബ്രഹാം മനസ്സില്ലാ മനസ്സോടെയാണ് ആ സീറ്റ് വിട്ടുകൊടുത്തത്. എന്നാൽ ഇപ്പോൾ രാജു എബ്രഹാം കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ തകിടം മറിയുമ്പോൾ ഇനി LDF-ന് പ്രതീക്ഷ ഒന്നും തന്നെയില്ല. രാജു എബ്രഹാം മാത്രമല്ല, ജനീഷ് കുമാറും വളരെ വൈകാതെ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമായി കഴിയുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിശക്തമായി CPIM-നെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാർ വലിയ തോതിൽ വേട്ടക്കാരോടൊപ്പം നിൽക്കുന്നു എന്ന ഖ്യാതി സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മലയാലപ്പുഴ മോഹൻ ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ കൃത്യമായും പറഞ്ഞിരിക്കുന്നത് CPIM ജീർണിച്ചു കഴിഞ്ഞിരിക്കുന്നു. KP ഉദയഭാനു അടക്കമുള്ളവർ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. CPIM ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത രീതിയിൽ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിൻ്റെ പരാജയത്തിൻ്റെ കാരണക്കാരൻ രാജു എബ്രഹാമാണ് എന്ന രീതിയിൽ വലിയ തോതിൽ ഹൈപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിൽ അതേ രാജു എബ്രഹാം, തോമസ് ഐസക്കും ഒക്കെ CPIM വിടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. തോമസ് ഐസക്കും രാജു എബ്രഹാമും ഒക്കെ കോൺഗ്രസിലേക്ക് വന്നാൽ അവർക്ക് കൃത്യമായ സ്പേസ് ഉണ്ട് എന്ന് കൃത്യമായി തന്നെ പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. കാരണം തോമസ് ഐസക്കിന് ഇനിയും കോൺഗ്രസിൽ നിന്നാൽ ഭാവിയുണ്ട്. അതേസമയം CPIM കറിവേപ്പല പോലെ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. CPIM-ൽ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി KN ബാലഗോപാലിൻ്റെ ഗതികെട്ട അവസ്ഥ കാണുമ്പോഴാണ് തോമസ് ഐസക്കൊക്കെ എത്രയും ഭേദമായിരുന്നു എന്ന് തോന്നുന്നത് എന്നാണ് കോൺഗ്രസ്സുകാർ പോലും പറഞ്ഞിരിക്കുന്നത്. അതെ, തോമസ് ഐസക്കും രാജു എബ്രഹാമും അതുപോലെ തന്നെ ജനീഷ് കുമാറുമെല്ലാം വലിയ രീതിയിൽ മാറി ചിന്തിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. അതൊരു പക്ഷേ CPIM-ൽ തീമഴ പോലെ ഒരു ഇടിത്തീയായി വന്ന് വീഴുകയാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അതിരൂക്ഷമായ ഒരു തിരുത്തൽ ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും കുടുംബവുമാണ് വാസ്തവത്തിൽ CPIM-നെ കൈയാളിയിരിക്കുന്നതെന്നും മുഖ്യമന്ത്രിക്കും മരുമോനുമാണ് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രയോറിറ്റി എങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് എന്ന ചോദ്യമാണ് ഉദയഭാനു അടക്കമുള്ളവർ ചോദിക്കുന്നത്.